എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പിന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയം മനസ്സിലാകുന്നില്ല എന്നുള്ള ജിൻഡോ ജോണിന്റെ രാഷ്ട്രീയ കണ്ടുപിടുത്തം അത് ബഹുകേമാണ്. കാരണം വെച്ചാൽ 20 ദിവസമായി ഏത് രാജ്യത്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പാർട്ടിക്ക് സ്വന്തം LOP ഏത് രാജ്യത്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പാർട്ടി ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യവും രാഷ്ട്രീയവും ഒക്കെ പഠിപ്പിച്ചു തരുന്നത് വളരെ വലിയ വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. ജിൻഡോ ഞങ്ങൾക്ക് പില്ലറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോൾ, ജിൻഡോ ഈ പറയുന്ന ജനാധിപത്യ ബോധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ജിൻഡോ ഒന്ന് പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആരായിരുന്നു ഇന്ദിരാഗാന്ധി? ഒരു കാലത്ത് ഹാഷ്മിക്ക് ഇത്തരത്തിലുള്ള ഇൻട്രോ പോലും പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നു ഈ ഭാരതം എന്ന് ഹാഷ്മി മറന്നു പോവാം. പക്ഷേ ജിൻഡോ ആ കോൺഗ്രസിന്റെ പൈതൃകം പേറുന്നത് കൊണ്ട് ജിൻഡോ മറന്നു പോകാൻ പാടുണ്ടോ? അതായത് ഈ നാട്ടിൽ ചോദ്യങ്ങളോട് അസഹിഷ്ണുതപ്പെട്ട ഒരു ഗവൺമെന്റ്, ഈ ചോദ്യങ്ങൾ ഇനി എന്റെ നേർക്ക് ഉയരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന ഇന്ദിരാഗാന്ധി ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെയൊക്കെ അരാജകത്വത്തിന്റെ ഒരു വാളെടുത്തെറിഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ആ കാലത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ജിൻഡോയുടെ മുതുമുത്തശ്ശന്മാരൊക്കെ, ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുതുമുത്തശ്ശന്മാരൊക്കെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ജിൻഡോ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ജനാധിപത്യ ബോധം എവിടെ നിന്നുണ്ടായി? താങ്കൾ പറയുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളെ നേരിട്ടത് വളരെ മോശമായ രീതിയിലാണ് എന്ന് താങ്കൾ പറയുന്നു. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള അക്രമകാരികൾ അക്രമം ഉണ്ടാക്കിയാൽ അക്രമത്തെ അടിച്ചമർത്തേണ്ടത് ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, ഒരു സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള നിലയിൽ അവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നിങ്ങൾ ഈ കേരളത്തിനകത്ത് 10 DYFI, ഇവിടെ ആദർശം സതിയുണ്ട്. ആദർശം സതിയൊക്കെ ഇന്ന് നിങ്ങളുടെ അലയൻസിൽ വന്നപ്പോൾ ആ ബലിദാനികളെയും ആ രക്തസാക്ഷികളെയും ഒക്കെ CPMന്റെ നേതാക്കന്മാരും SFI ഒക്കെ മറന്നുപോയി കാണും. 10 DYFI നേതാക്കന്മാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച പാർട്ടിയുടെ പേരേതാ? ജിൻഡോ. ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. അത് ആ പാർട്ടി ഏതാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് ഹാഷ്മി. ആ ജിൻഡോയ്ക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഒന്ന് ഓർമ്മിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഹാഷ്മി ഏറ്റെടുക്കും. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. ഈ പറയുന്ന കൂത്തുപറമ്പിനകത്ത് 10 രക്തസാക്ഷികളുടെ നെഞ്ചിലേക്ക്, ആ ചെറുപ്പക്കാരുടെ നെഞ്ചിലേക്ക് നിങ്ങൾ നിറയൊഴിക്കുമ്പോൾ നിങ്ങൾ ഏത് ജനാധിപത്യ മൂല്യമാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്? ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയെ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. അനധികൃതമായി ഈ രാജ്യത്തിനകത്തുള്ള യുവാക്കളെ മുഴുവൻ വന്ധീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ നേതാവ് തീരുമാനമെടുത്ത് അനധികൃത ഡിക്റ്റേറ്റർ ശാലകൾ ഉണ്ടാക്കി വന്ധീകരിച്ചപ്പോൾ ഏത് ജനാധിപത്യത്തെയാണ് ജിൻഡോ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പൈതൃകം സംരക്ഷിച്ചു പിടിച്ചതെന്ന് പറഞ്ഞു തന്നെ ജിൻഡോ. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള നിങ്ങൾ വന്നിരുന്നിട്ട് ഈ വലിയ വെള്ളരിപ്രാവിന്റെ മനസ്സാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ച് കൂടെ കൊണ്ട് നടക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജിൻഡോ. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. വെറുതെ ഈ 4 ചുമരിന്റെ അകത്ത് അടച്ചിരുന്നിട്ട് ഈ തള്ളാനല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ 12 വർഷം ഈ രാജ്യം ഭരിച്ചു ഇവരുടെ 56 ഇഞ്ച് നെഞ്ചുകാരൻ. എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഇപ്പോഴും ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറയും, മഹാത്മാഗാന്ധിയെ കുറ്റം പറയും, ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയും. ഇപ്പോൾ ഇവിടെ നന്ദു തന്നെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര കാലത്ത് പങ്കില്ലാത്ത പിതാക്കന്മാർ. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് സംഘപരിവാറിനെ കുറിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കില്ലാത്തത് സംഘപരിവാറിന് മാത്രമാണ്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് ഷൂ നക്കി തിരക്കില് ഒളിസേവ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ധീര ദേശാഭിമാനികൾ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ഇവർ വേറെ കുറെ പണികളിലായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. 1977 ഫെബ്രുവരിയിലും 78 ജനുവരിയിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ ഇന്ദിരാഗാന്ധി തന്നെ അടിയന്തരാവസ്ഥ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നെങ്കിലും പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കുണ്ടായ കെടുതികളുടെ മാപ്പ് ചോദിച്ചിട്ട് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷം രാജ്യത്തെ മനുഷ്യർക്കുണ്ടായ ഏതെങ്കിലും കെടുതിയിൽ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമരത്തെ അഡ്രസ് ചെയ്ത രീതിയെ കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞു. SFIക്കാർ ഇന്ദിരാഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്തപ്പോൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആ പ്രമേയം, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പ്രമേയം കേൾക്കുകയും ആ സമരക്കാരോട് സംസാരിക്കാനുള്ള ജനാധിപത്യ മര്യാദ കാണിച്ചു. അതിനുശേഷം ഇപ്പൊ പട്ടിണി കിടന്ന വാങ്ചുക്കിന്റെ അച്ഛൻ സോനം വാങ്ങിയാൽ സമരം കിടന്നപ്പോ അങ്ങോട്ട് നേരിട്ട് ചെന്ന് ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്ധി സംഭാഷണം നടത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അതുപോലെ പാർലമെന്റും അതുപോലെ ഈ പറഞ്ഞ എല്ലാ ഉപദേശികളും അടിയന്തരാവസ്ഥ പിൻവലിക്കരുത്, തോറ്റുപോകുമെന്ന് പറഞ്ഞിട്ടും തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ച ജനാധിപത്യ ബോധം കൂടി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്നും അറിയാൻ മേലടോ.
എന്റെ തല ചുറ്റുന്നു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥ കുറ്റം പറയാതെ കഴിഞ്ഞ 12 വർഷം ഈ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തി രാജ്യത്തെ മനുഷ്യരെ എല്ലാ രീതിയിലും വേട്ടയാടുന്ന നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു തെറ്റ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒരു തെറ്റും കാണുന്നില്ലെങ്കിൽ താങ്കളുടെ കണ്ണട അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ കണ്ണടയാണ്. വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. താങ്കൾ വീണ്ടും സ്വാതന്ത്ര്യ സമരത്ത് സമരകാലത്ത് പിന്തുണയ്ക്കാത്ത പിതാക്കന്മാരെ കുറിച്ച് പറയുന്നു. പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ പശുവിനെയും കാളയും കാണുമ്പോൾ അച്ഛനും അമ്മയും എന്നൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നണം. ഈ രാജ്യത്തിന്റെ ചരിത്രം സമരങ്ങളുടെയും പദയാത്രകളുടെയും പോരാട്ടങ്ങളുടെയുമാണ്. ഒരു കാലത്തും ആ പോരാട്ടങ്ങളുടെ ഒപ്പം സത്യസന്ധമായിട്ട് പോരാടിയ ചരിത്രം സംഘപരിവാറിന് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നമുക്ക് വളരെ വിഷമമാണ്. പിന്നെ ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട, അത്ഭുതപ്പെടാനുമില്ല ഹാഷ്മി. ഇതുപോലെയുള്ള കുറെ ബുദ്ധിജീവികൾ, സംഘപരിവാർ ബുദ്ധിജീവികൾ ടി.ജി. മോഹൻദാസിന്റെ പിതാമഹന്മാരുടെ മാത്രമല്ല ഈ രാജ്യം എന്നുള്ളതാണ് അതിനുള്ള മറുപടി. മനസ്സിലായില്ലേ? ബാക്കി ആ കുട്ടികൾ പറഞ്ഞു അങ്ങനെ തന്നെ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്ന ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്താണ് ഇന്ത്യ മഹാരാജ്യം എന്നാണ്. ഇവന്മാരെന്ത് തേങ്ങയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ 12 വർഷമായിട്ട്? നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ഇവർക്കല്ലേ? 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 22-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 6 മാസത്തിനിടയിൽ 10-23 മനുഷ്യർ മരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 193 മനുഷ്യർ മരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം പറയണ്ടേ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ചുമ്മാ പാദയാത്രയ്ക്ക് എതിരായിട്ട് സെൽഫി വീഡിയോ ഇട്ട് കളിച്ചാൽ മതിയോ? പാർലമെന്റിൽ മറുപടി പറയാതെ ഓടി വിളിച്ച ആളുടെ പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. ഒരു സ്പോണ്ടേനിയസ് പ്രസ് മീറ്റിന് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഭീരുക്കളാണ്. സവർക്കർ സ്വന്തം നിലയിൽ സ്വയം ധീരൻ എന്ന് വിളിച്ച പോലെ നരേന്ദ്രമോദിയും അയാളുടെ കൂടെ നിൽക്കുന്ന കുറെ ആളുകളും ധീരൻ എന്ന് വിളിക്കുന്നു. ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയുടെ ദേശദ്രോഹിയുടെ പേരാണ് നരേന്ദ്രമോദി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. ഹിന്ദുവിന്റെ മാത്രം പ്രധാനമന്ത്രി, നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇനി ആ പറയുന്ന ഹിന്ദു മുസ്ലിം നറേറ്റീവ് ആരെങ്കിലും അവിടെ ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ പിള്ളേർ പോയി പണി നോക്കാൻ പറഞ്ഞു. എന്താ ആ പ്രതീക്ഷയും വരുന്ന കാലത്ത് ഈ പറയുന്ന സമരക്കാരെ ഹിന്ദുക്കളാക്കി മുസ്ലിങ്ങളാക്കി അവരെ ഡിവൈഡ് ചെയ്ത് തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കാം എന്ന് പറയുന്ന എല്ലാ കാലത്തെയും നറേറ്റീവിന്റെ അന്ത്യകൂദാശ നടത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.